ഹലോ മക്കളെ, അപ്പൊ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന +1 ബയോളജിയിലെ ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് പോകേണ്ടത് നമുക്ക് നോക്കിയാലോ. യെസ്, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് ആനിമൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് അടക്കം മക്കള് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ദെൻ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ ഡിഫറെന്റ് ആനിമൽസ്, ഓരോ ആനിമൽസിലെയും എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതാണെന്നും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ആൻഡ് നമുക്കറിയാം കിഡ്നി എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഒരു പാർട്ടാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അതിൽ നെഫ്രോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് പറയുന്നത്. അതിന്റെ പാർട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മക്കളെ, യൂറിൻ ഫോർമേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? യെസ്, യൂറിൻ ഫോർമേഷൻ അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ 3 സ്റ്റേജസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. യെസ്, കൗണ്ടർ കറന്റ് മെക്കാനിസം നമ്മുടെ യൂറിനെ കോൺസെൻട്രേറ്റഡ് ആക്കുന്ന ആ ഒരു മെക്കാനിസവും മക്കൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തതായിട്ട് വരുന്നത് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ ആണ്. റെഗുലേഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കിഡ്നിന്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ADH വഴി അല്ലെങ്കിൽ വാസോപ്രസിൻ വഴി. ആൻഡ് നമുക്കറിയാം JG അപ്പാരറ്റസ്, എക്സ്ട്രാ ഗ്ലോമറുലറി അപ്പാരറ്റസ് ആണ്. അതുപോലെ തന്നെ റാസ്, റെനിൻ ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ആണ്. ആൻഡ് ANF അല്ലെ, നമ്മുടെ ഏട്രിയൽ നൈട്രി യൂററ്റിക് ഫാക്ടർ ആണ് ഹാർട്ടിലുള്ളത്. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കിഡ്നിയുടെ ഡിസോർഡേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിഡ്നിക്ക് വരുന്ന ഡിസോർഡേഴ്സ് ആണ് യുറീമിയ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. ഇതിൽ യുറീമിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനിങ് ടോട്ടലി പോവും അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹീമോ ഡയാലിസിസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡിസോർഡേഴ്സ് നിങ്ങൾ എന്തായാലും മറക്കാതെ, ഈ പോയിന്റ്സ് എല്ലാം പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോവരുത്.